ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ക്ലാസുകൾ നേടൂ. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോഴ്സാണിത്. അപ്പോൾ ഇത് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ എല്ലാ ക്ലാസ്സുകളും, അതായത് ഞാൻ ഈ ചാനലിൽ ചെയ്ത എൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ, ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ക്ലാസ്സുകളുടെ എല്ലാത്തിൻ്റെ ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ എൻ്റെ ക്ലാസ്സുകളെല്ലാം കയറി കാണാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് കാൾ ഓൺ. കാൾ ഓൺ എന്ന് പറയുന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കോൾ ഓൺ ഉണ്ട്, കോൾ അറ്റുണ്ട്, കാൾ ഓഫ് ഉണ്ട്, കാൾ ഔട്ടുണ്ട്, പിന്നെ റീകാൾ ഉണ്ട്. ഇപ്പോൾ കാൾ വെച്ചുകൊണ്ട് പല രീതിയിലുള്ള ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അപ്പോൾ അവയ്ക്ക് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ ചോദ്യം കാൾ ഓൺ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം കാൾ ഓൺ എന്താണ്? വിസിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാൾ അറ്റും വിസിറ്റാണ്. ഇപ്പോൾ കാൾ ഓണും കാൾ അറ്റും വിസിറ്റ് എന്നാണ് അർത്ഥം. കാൾ ഓൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിസിറ്റിംഗ് എ പേഴ്സൺ അതാണ് കാൾ ഓൺ. ദെൻ കാൾ അറ്റ് വിസിറ്റിംഗ് എ പ്ലേസ്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാൾ ഓൺ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വിസിറ്റ് എന്ന് എഴുതാം. ഇനി നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഷൗട്ട് എന്നുണ്ട്, ക്യാൻസൽ എന്നുണ്ട്, റിമെമ്പർ എന്നുണ്ട്. അപ്പോൾ ഷൗട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കാൾ ഔട്ട് എന്നാണ്. അപ്പോൾ ഷൗട്ടിൻ്റെ ഫ്രേസൽ വെർബ് എന്തായിരിക്കും? കാൾ ഔട്ട്. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് കാൾ ഔട്ട് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷൗട്ട് എന്ന് എഴുതണം. ഇനി ക്യാൻസലിൻ്റെ എന്തായിരിക്കും? കാൾ ഓഫ് എന്നാണ് ക്യാൻസലിൻ്റെ. ഇനി റിമെമ്പർ നമുക്കറിയാം റീകാൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ 4 ഫ്രേസൽ വെർബ്സ് ആണ് പഠിച്ചത്. കാൾ ഔട്ട്, ഷൗട്ട്, ദെൻ കാൾ ഓഫ്, ക്യാൻസൽ, ദെൻ കാൾ ഓൺ, വിസിറ്റ്. കാൾ അറ്റും വിസിറ്റാണ്. രണ്ട് തമ്മിൽ വ്യത്യാസം ഞാൻ പറഞ്ഞു. റിമെമ്പർ, റീകാൾ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിസിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കാൾ ഓൺ കൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വിസിറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ വിസിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് എന്നാണ്. അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെൻറ്റൻസിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. ജീന ഹാഡ് പാസ് ദ എക്സാമിനേഷൻ ഇൻ 1997. ജീന ഹാവ് പാസ് ദ എക്സാമിനേഷൻ ഇൻ 1997. ജീന പാസ് ദ എക്സാമിനേഷൻ ഇൻ 1997. ജീന വാസ് പാസ് ദ എക്സാമിനേഷൻ ഇൻ 1997. അപ്പോൾ ഇവിടെ ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ടെൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ടൈമിംഗ് വേർഡ് കാണണമല്ലോ. അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് വേർഡ് എന്ന് പറയുന്നത് 1997 എന്ന് പറയുന്ന സംഭവമാണ്. 1997 എന്ന് പറയുന്നത് ആ സംഭവമാണ്. ഇത് ഏത് ടെൻസാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ 1997 എന്ന് പറയുമ്പം ഒരു നിശ്ചിത വർഷമാണ്. ആ വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ കഴിഞ്ഞ കാലത്തിലെ ഒരു നിശ്ചിത സമയമാണ് ഈ 1997 എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അത് ഏത് ടെൻസേ വരാവൂ? സിമ്പിൾ പാസ്റ്റ് ടെൻസേ വരാവൂ. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഉപയോഗമാണെന്ത്? കഴിഞ്ഞ കാലത്തിലെ ഒരു നിശ്ചിത സമയത്ത് നടക്കുന്ന ഒരു ക്രിയയെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത് എന്ന്. ഇപ്പോൾ ഇവിടെ 1997 എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് ടൈമാണ്. കഴിഞ്ഞ കാലത്തിലെ ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്, ഒരു നിശ്ചിത സമയമാണ്. അതുകൊണ്ട് ഇവിടെ സിമ്പിൾ പാസ്റ്റിലേ വരാവൂ. അങ്ങനെ സിമ്പിൾ പാസ്റ്റിൽ വന്നിരിക്കുന്നത് ഏതാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ആണോ എന്ന് നിർണ്ണയിക്കുന്നത്? നമ്മൾ സഹായക്രിയ നോക്കിയാണ്. നമുക്കറിയാം സിമ്പിൾ പാസ്റ്റിലെ സഹായക്രിയകൾ ഏതൊക്കെയാണ്. ഒന്ന് ഡിഡ്, ഡൂവിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഫോമായ ഡിഡ്. പിന്നെ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോമായ വാസും വേറും. നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത് ആക്റ്റീവ് വോയിസിലും വാസ് ഓർ വേർ നമ്മൾ ഉപയോഗിച്ച് പറയുന്നത് പാസീവ് വോയിസിലുമായിരിക്കും. ഇപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് സംഭവം പിടികിട്ടി. അതായത് 1997 ജീന എക്സാമിനേഷൻ പാസ്സായി എന്നാണ്. അപ്പോൾ അത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസാണ്. അങ്ങനെയാകുമ്പോൾ ആക്റ്റീവ് വോയിസിലുള്ള സിമ്പിൾ പാസ്റ്റിലുള്ള നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിഡാണ് നോക്കേണ്ടത്. ഡിഡ് വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷനിൽ പാസ്ഡ് നമ്മൾ കണ്ടു.
ആ പാസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഡിഡ് എന്തിനോട് ചേർന്നതാണ്? പാസിനോട് ചേർന്നപ്പോഴാണ് പാസ്ഡ് എന്ന് വന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, അത് ആക്റ്റീവ് വോയിസിൽ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് ജീന പാസ് ദ എക്സാമിനേഷൻ ഇൻ 1997. ഇനി നോക്കാം, താഴെയും കൊടുത്തിട്ടുണ്ട് സിമ്പിൾ പാസ്, വാസ് വന്നിട്ടുണ്ട്. അതെന്താ? പാസീവ് വോയിസ് ആയി പോകും. നമ്മളിത് ജീനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ജീനയാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താണ് നമ്മളിവിടെ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ആക്റ്റീവ് വോയിസ് ആയിട്ട് വരും. അങ്ങനെ ആക്റ്റീവ് വോയിസ് ആയിട്ട് രീതിയിൽ വന്നിരിക്കുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ആൻസർ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് യു ടച്ച് ദ സീലിംഗ്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഷാൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ക്യാൻ എന്ന് കൊടുത്തിട്ടുണ്ട്, വിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, വുഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷാൾ ഒരു ചോദ്യവാക്യം, ഇതൊരു ചോദ്യവാക്യമാണല്ലോ, ക്വസ്റ്റ്യൻ മാർക്ക് വന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഷാളിൽ ഒരു ചോദ്യവാക്യം തുടങ്ങിയാൽ അതെന്താണ്? ഒരു പെർമിഷനെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ വില്ലിൽ തുടങ്ങുന്നതോ ഭാവിയെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ക്യാനിൽ തുടങ്ങുന്നത് ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നത്. ഇനി വുഡിൽ ഒരു ചോദ്യവാക്യം തുടങ്ങുമ്പോൾ അതെന്തായിരിക്കും? ഒരു ഓഫറിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഡാഷ് യു ടച്ച് ദ സീലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ അതൊരു പെർമിഷനല്ല. കാരണം അല്ലെ ഐ വരണമായിരുന്നു. ഒരു പെർമിഷൻ ആവണമെങ്കിൽ ഐ വരണം. ഇവിടെ എന്താ വെച്ചാൽ യു ആണ് വന്നിരിക്കുന്നത് സബ്ജക്റ്റായിട്ട്, അല്ലേ? പെർമിഷനായിട്ട് വരുമ്പോൾ വരണമെങ്കിൽ ഒന്നുകിൽ ഐയോ വിയോ വരണം. ഫസ്റ്റ് പേഴ്സൺ ആണല്ലോ എപ്പോഴും പെർമിഷൻ ചോദിക്കുക. അങ്ങനെ ആകുമ്പോൾ അവിടെ ഐയോ യുവോ വന്നിരുന്നെങ്കിൽ നമുക്ക് ഷാൾ പരിഗണിക്കാമായിരുന്നു. കാരണം ഷാൾ ഒരു പെർമിഷനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ? ചോദ്യവാക്യമായി വരുമ്പോൾ. ഇനി ഇതൊരു വിൽ, ഒരു ഫ്യൂച്ചറിലെ കാര്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. നമ്മളെപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനെ നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി ക്യാൻ എന്ന് പറയുന്നത് ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ വുഡ് എന്ന് പറയുമ്പോൾ ഒരു ഓഫറിനെ സൂചിപ്പിക്കും. ഇതൊരു ഓഫറും അല്ല. അപ്പോൾ ഇതിവിടെ നമുക്ക് വില്ലാണോ ക്യാനാണോ, ഇതാണ് നമുക്ക് കൺഫ്യൂഷനായി വരിക. ഇവിടെ നിങ്ങൾ സീലിംഗിൽ ടച്ച് ചെയ്യുമോ എന്നതിനേക്കാൾ ഉപരി ഇത്രയും കൂടെ ആപ്റ്റ് ഏതായിരിക്കും? നിങ്ങൾക്ക് സീലിംഗിൽ ടച്ച് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും, അല്ലേ? അതെന്ന് വെച്ചാൽ അത്രത്തോളം ഉയരം ഉണ്ടോ എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരിക ആൻസർ ഏതായിരിക്കും? ക്യാൻ ആയിരിക്കും. അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് അബ്സേർഡ് ഈസ്. അബ്സേർഡിൻ്റെ സിനോണിം സെയിം മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ അൺകോൺഷ്യസ് ആണോ, കോൺഷ്യസ് ആണോ, ഫൂളിഷ് ആണോ, സെൻസിബിൾ ആണോ? എന്താ അൺകോൺഷ്യസ്? മീൻസ് ബോധമില്ലാതെ, കോൺഷ്യസ് ബോധത്തോടെ, ദെൻ ഫൂളിഷ് വിഡ്ഢിത്തം, ദെൻ സെൻസിബിൾ ചിന്തിച്ച് പെരുമാറാൻ കഴിയുന്ന, അത് സെൻസിബിൾ. അപ്പോൾ എന്താണ് അബ്സേർഡിൻ്റെ അർത്ഥം നമുക്കറിയണം. അബ്സേർഡ് എന്ന് വെച്ചാൽ എന്താ? വിഡ്ഢിത്തം എന്നാണ് അബ്സേർഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസർ ആയിരിക്കും സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഏതാ? ഫൂളിഷ് എന്നുള്ളതാണ് അബ്സേർഡിൻ്റെ സിനോണിമായി വരിക. അപ്പോൾ ഇവിടെ ആൻസർ സി. ഇനി അടുത്ത ചോദ്യം എന്താണ്? അന്റോണിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഓപ്പോസിറ്റ് ഓഫ് അഫ്ലുവൻസ് ഈസ്. അഫ്ലുവൻസ് എന്ന് പറയുന്ന അതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലുവൻസ്, ഇഗ്നോറൻസ്, പോവേർട്ടി, അഡ്വഞ്ചറസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം അറിയണം. എന്താണ് കോൺഫ്ലുവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംഗമം എന്നർത്ഥമില്ല. അതായത് രണ്ട് നദികൾ ചേർന്ന് സംഗമിക്കുമല്ലോ, ആ സംഗമത്തെ നമ്മൾ കോൺഫ്ലുവൻസ് എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്. ഇനി ഇഗ്നോറൻസ് എന്ന് പറയുമ്പോൾ എന്താ? അറിവില്ലായ്മ. ദെൻ പോവേർട്ടി, ദാരിദ്ര്യം. അഡ്വഞ്ചറസ്, സാഹസികമായ. അപ്പോൾ ഇവിടെ അഫ്ലുവൻസ് എന്ന് അതിൻ്റെ അർത്ഥം അറിയണം. എന്താ അഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽത്തി എന്നർത്ഥം, ധനികൻ എന്നർത്ഥത്തില്ല, റിച്ച് എന്നൊക്കെ അഫ്ലുവൻസിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യം ആയിരിക്കുമല്ലോ ഓപ്പോസിറ്റ് വരുമ്പോൾ. അപ്പോൾ ഇവിടെ ആ അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? പോവേർട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ. പോവേർട്ടിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ക്ലാസ്സും വിയോ ബന്ധപ്പെട്ട അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്ത് ഉള്ള ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതുവരെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ എല്ലാ ക്ലാസ്സുകളും കയറി കാണാവുന്നതാണ്.
പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.